അയ്യപ്പന്റെ സ്വർണം കട്ടതിന് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്നു. അത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവധിയിലാണെന്ന് വേണം കരുതാൻ. എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്ക് വന്നു ചേരുന്നത്? ജയിലിലാക്കിയത് കരുണാകരന്റെ പോലീസല്ല, ഉമ്മൻചാണ്ടിയുടെ പോലീസല്ല, സഖാവ് പിണറായി വിജയന്റെ പോലീസാണ്. രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജയിലിൽ കഴിയുന്ന 3 മാസമായി ജാമ്യം നിഷേധിക്കപ്പെട്ട ആൾക്കാരെ പോലും സംരക്ഷിക്കേണ്ട വരുന്ന ഒരു ബാധ്യത എങ്ങനെയാണ് ഈ പാർട്ടിക്ക് വരുന്നത്? ഇത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമുക്ക് ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവതരമായിട്ട് ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് സത്യത്തിൽ പറയണൂ. ഞാൻ അത് സംബന്ധിച്ചുള്ള ചിന്തകൾ മാത്രം പറഞ്ഞു. അത് എന്റെ ചിന്തകളാണ്. അത് മാത്രം പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ തൊട്ടടുത്ത് തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്റർ ഒരു വൈദ്യുതി ബോർഡിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വില പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ ഏർപ്പെടുത്തുന്നു. ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് പറയുന്നു ഭീമാകാരമായ വില വാങ്ങാൻ പറ്റില്ല, എക്സോർബിറ്റന്റ് പ്രൈസ് എന്ന് പറഞ്ഞത് വേണ്ട എന്ന് മാറ്റിവെക്കുന്നു. ഉടൻ അടുത്ത നിർദ്ദേശം വരുന്നു, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ 100 കോടി രൂപയുടെ ആശുപത്രി, ക്യാൻസർ ആശുപത്രി ഫ്രീ. അപ്പോ 100 കോടി രൂപ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് പരിഗണിച്ചാൽ ഈ വില ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയറബിൾ ആണ്, താരതമ്യപ്പെടുത്താവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകുന്നു. ഞാൻ ദീർഘമായി അത് പറയുന്നില്ല. ആശുപത്രി വരാൻ തീരുമാനിക്കുന്നു. ആശുപത്രിക്ക് വേണ്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു, മുഖ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റി, മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി. ആ സൊസൈറ്റിക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കുന്നു. 100 കോടി രൂപ സ്വീകരിക്കാൻ വേണ്ടി മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി തലശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നു. പക്ഷെ 1 രൂപ പോലും ആ അക്കൗണ്ടിലേക്ക് വന്നില്ല. പകരം ആ സ്ഥലത്ത് ഈ സ്ഥലമുടമയായിട്ടുള്ള മലബാർ ക്യാൻസർ സൊസൈറ്റി ചുമതലപ്പെടുത്താത്ത ഒരു കമ്പനി വന്ന് നിർമ്മാണം ആരംഭിക്കുന്നു. ഫലം 100 കോടിയുടെ സ്ഥാനത്ത് 8 കോടിയുടെ ആശുപത്രി വന്നു. 92 കോടി രൂപ സ്വാഹ. വർഷങ്ങൾക്ക് ശേഷം 2018 പ്രളയം വന്നു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ടി വിദേശത്തുള്ള റെഡ് ക്രസന്റ് 20 കോടി രൂപ സർക്കാരിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ എന്ന സ്ഥാപനം അവർ വടക്കാഞ്ചേരിയിലെ അവരുടെ സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. 1 രൂപ പോലും ലൈഫ് മിഷന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത, ഭൂവുടമയായ ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത ഏതോ ഒരു നിർമ്മാണ കമ്പനി അവിടെ കയറി കെട്ടിടം പണി ആരംഭിക്കുന്നു. 4 തൂണ് വന്നു. 20 കോടി രൂപ ചെലവായിൽ പോയി. എങ്ങനെയാണ് ഇത് തമ്മിൽ ഇങ്ങനെ ഒരു സാമ്യം വരിക? അത് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ പറയും. മോഷ്ടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് നമ്മൾ ഈ കണ്ടത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത് കേരളത്തിന് നഷ്ടപ്പെട്ട തുകയാണ്, ഈ നാടിന് നഷ്ടപ്പെട്ട തുകയാണ്. പക്ഷെ ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നവൻ കുത്തിത്തിരിപ്പുകാരൻ, അത് ചോദിക്കുന്നവൻ വലതുപക്ഷ മാധ്യമങ്ങളുടെ കോടാലിക്കൈ, ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിൽ പോകേണ്ടിവൻ, കുലംകുത്തി. ഇതാണ് പറയുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരയാണെന്ന് കണ്ണടച്ച് ഉച്ചവെയിൽ നിലാവെളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങിയാലേ നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരാകൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സത്യം പറയുന്നതിനേക്കാൾ വലിയ വിപ്ലവ പ്രവർത്തനമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടില് ഇവിടെ മറുപടി പറയുന്നവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം. പയ്യന്നൂരിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പയ്യന്നൂരിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ മണ്ണിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഈ തുക നഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് അതിന് ഉത്തരവാദിത്വം ഇല്ലാത്തത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അവിടെയാണ് സഖാവ് കുഞ്ഞികൃഷ്ണനെ പോലെ അരനൂറ്റാണ്ട്
ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ഒരു സഖാവ് പുറത്തു വന്ന് നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.